പിണറായി വിജയൻ CPM അപ്പോയിന്റ് ചെയ്ത റെഗുലേറ്ററി കമ്മീഷനെതിരെയാണ് ഒരു സംസ്ഥാന മന്ത്രിയായിരുന്ന ഒരു CPM-ന്റെ പ്രധാനപ്പെട്ട നേതാവ് ആരോപണം ഉന്നയിച്ചത്. ഇന്ന് മാതൃഭൂമി പത്രത്തിൽ മുൻ വൈദ്യുതി മന്ത്രി AK ബാലൻ്റെ ഒരു ലേഖനമുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ വൈദ്യുതി പ്രതിസന്ധിക്ക് മുഴുവൻ കാരണം റെഗുലേറ്ററി കമ്മീഷൻ്റെ തോന്നിയവാസമാണെന്നാണ്. AK ബാലൻ പഴയ വൈദ്യുതി മന്ത്രിയാണ്, CPM-ൻ്റെ സംസ്ഥാന നേതാവാണ്. ഈ റെഗുലേറ്ററി കമ്മീഷൻ ഏത് റെഗുലേറ്ററി കമ്മീഷൻ? ഇടതുപക്ഷം അപ്പോയിൻ്റ് ചെയ്ത റെഗുലേറ്ററി കമ്മീഷൻ. ആ കമ്മീഷനാണ് ഈ അഭ്യാസം മുഴുവൻ കാണിച്ചതാണ് പറയുന്നത്. രണ്ട് ആക്ഷേപങ്ങൾ. ഒന്ന്, 2015 ഒപ്പിട്ട ലോങ് ടേം വൈദ്യുതി കരാർ റദ്ദാക്കി. എന്നാൽ 2023 അതായത് 15 തുടങ്ങി, അത് കഴിഞ്ഞ് പിണറായി വിജയൻ സർക്കാർ ഒന്നുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് 2.0 വന്ന് 2 വർഷം കഴിഞ്ഞപ്പോൾ റദ്ദാക്കി. ഇത് തോന്നിയവാസമാണ്, എല്ലാവർക്കും മനസ്സിലാവും. കാരണം ആര്യാടൻ മന്ത്രിയായിരുന്ന സമയത്ത് നടത്തിയ കരാറിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ, കുഴപ്പമുണ്ടെന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. പക്ഷേ അത് റദ്ദാക്കാൻ നിങ്ങൾക്കൊരു സമയപരിധി ഉണ്ടായിരുന്നു. പക്ഷേ ഏത് ഘട്ടത്തിലാണ് ഇത് റദ്ദാക്കിയെന്ന് അറിയാമോ? നോക്കൂ, 5 രൂപയ്ക്ക് അന്ന് ആ കരാറിൽ ഏർപ്പെടുമ്പോൾ അതിനകത്തൊരു നഷ്ടമുണ്ടെന്ന് തന്നെ വിചാരിക്കുക. പക്ഷേ 8 വർഷം കഴിയുമ്പോൾ ഈ വിലക്കയറ്റത്തിൻ്റെയും മറ്റും ഇൻഫ്ലേഷൻ്റെ പശ്ചാത്തലത്തിൽ വൈദ്യുതിയുടെ വില കൂടുകയാണ്. അപ്പോൾ 8 വർഷം കഴിയുമ്പോൾ ഇത് റദ്ദാക്കുകയാണോ റദ്ദാക്കാതിരിക്കുകയാണോ വേണ്ടത്? കാരണം നിങ്ങൾക്ക് 40 വർഷത്തെ കരാറാണ്. 40 വർഷത്തേക്ക് നിങ്ങൾക്ക് 5 രൂപയ്ക്ക് കൊടുക്കണം. ആദ്യ നാളുകളിൽ നിങ്ങൾക്ക് വൈദ്യുതി വിൽക്കുന്ന ആൾക്കാർക്ക് ലാഭം. ഒരു 8 വർഷം കഴിഞ്ഞാൽ വൈദ്യുതിയുടെ വില പുറത്തുള്ള മാർക്കറ്റിൽ കൂടുമ്പോൾ ഈ 5 രൂപ ലാഭമായി മാറാൻ പോവുകയാണ്. ആ മൊമെൻറ്റിൽ ഇത് ക്യാൻസലാക്കിയിരിക്കുന്നു. ആരുടെ താല്പര്യം? ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത്? AK ബാലൻ പറഞ്ഞത് റെഗുലേറ്ററി കമ്മീഷൻ ചെയ്തു എന്നാണ്. റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ CPM അപ്പോയിൻ്റ് ചെയ്ത റെഗുലേറ്ററി കമ്മീഷനെതിരെയാണ് ഒരു സംസ്ഥാന മന്ത്രിയായിരുന്ന ഒരു CPM-ൻ്റെ പ്രധാനപ്പെട്ട നേതാവ് ആരോപണം ഉന്നയിച്ചത്. ഞാൻ പറഞ്ഞു വന്നത് B അശോകും അതുപോലെ തന്നെ ബാക്കിയുള്ളവർ മാത്രമല്ല വെടിപൊട്ടിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. CPM-നകത്തു നിന്ന് തന്നെ കലാപം തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ ആരോപണം, ഇന്ന് കേരളത്തിൽ ഈ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാവാൻ കാരണം ഈ പറഞ്ഞ റെഗുലേറ്ററി കമ്മീഷൻ KSEB-യുടെ അപേക്ഷ 10, 14, 18 ദിവസം വൈകിപ്പിച്ചു എന്നുള്ളതാണ്. അതും ചെയ്തതാരാ? CPM അപ്പോയിൻ്റ് ചെയ്ത കമ്മീഷനാണ്, CPM-ൻ്റെ ആളുകളാണ്. അപ്പോൾ AK ബാലൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഇനി ഒരു കാര്യം കൂടെ പറയാം. സത്യത്തിൽ 2023 ഈ റെഗുലേറ്ററി കമ്മീഷൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് റദ്ദാക്കിയതല്ല. അത് റദ്ദാക്കിയത് അന്നത്തെ ഫിനാൻസ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം KSEB ചെയർമാനാണ് റെഗുലേറ്ററി കമ്മീഷന് കത്തയക്കുന്നത് ഈ കരാർ റദ്ദാക്കണമെന്ന്. അന്നത്തെ KSEB ചെയർമാൻ്റെ പേര് B അശോക് എന്നാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അത്രേ ഉള്ളൂ.